ആം ആദ്മി പാർട്ടി ഡൽഹിയിൽ ഒരു സോഫ്റ്റ് ഹിന്ദുത്വ വേഷം കെട്ടിയിട്ടുണ്ടായിരുന്നു. BJP RSS ഭക്തരാണെങ്കിൽ BJP രാമഭക്തരാണെങ്കിൽ ഞങ്ങൾ ഹനുമാൻ ഭക്തരാണ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗെയിമുണ്ട്. അയോധ്യയിലേക്ക് ഫ്രീ ബസ് കൊടുക്കുക. ഈ ഗെയിം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ കമ്മ്യൂണൽ പൊളിറ്റിക്സ് കളിക്കാനാണെങ്കിൽ BJPക്കാർ നല്ല കമ്മ്യൂണൽ പൊളിറ്റിക്സ് കളിക്കുന്ന ആരുമില്ല. ഞാനിപ്പോഴും പറയുന്നു, കോൺഗ്രസ്സിനായാലും നമ്മുടെ നാട്ടിലെ RSS വിരുദ്ധ രാഷ്ട്രീയ പാർട്ടികൾ ഏതിനായാലും അവരുടെ സെക്യുലർ പൊളിറ്റിക്സ് കളിച്ചാൽ കർണാടകത്തിൽ എങ്ങനെയാണ് കോൺഗ്രസ് ജയിക്കുന്നത്? കർണാടകത്തിൽ പ്രധാനമന്ത്രി അടക്കം വന്നിട്ട് നമ്മൾ ഇന്ന് വരെ കേൾക്കാത്ത വിധത്തിൽ പച്ച വർഗീയത നമ്മളിവിടെ ഇരുന്ന് ചർച്ച ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് വർഗീയത പറഞ്ഞത്, എങ്ങനെയാണ് കോൺഗ്രസ് ഹിന്ദുക്കളെ ഉപദ്രവിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച്. കോൺഗ്രസ് എന്തായത് അതിനുവേണ്ടി മറുപടി പറയാൻ വേണ്ടി കൂടുതൽ ഹിന്ദുത്വ കളിക്കല്ലേ ഇത്. കോൺഗ്രസ് 100% സെക്യുലർ പൊളിറ്റിക്സ് കളിച്ചു. അതിൽ സിദ്ധരാമയ്യ എന്ന് പറയുന്ന ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയുടെ വലിയ റോളുണ്ട്. ആ സെക്യുലർ പൊളിറ്റിക്സിൻ്റെ അടിസ്ഥാനത്തിൽ ഹിന്ദുക്കളും മുസ്ലിങ്ങളും അവിടുത്തെ മുഴുവൻ മനുഷ്യരും ഒരുമിച്ച് നിന്നിട്ടാണ് കോൺഗ്രസ് അധികാരത്തിൽ വന്നത്.